നമ്മൾ ഫിസിക്സിലെ ഒരു ടോപ്പിക്കിലോട്ട് കയറുവാണ്. ബഹിരാകാശ മേഖല നമ്മുടെ സ്പേസ് ടെക്നോളജിയാണ്. ഓക്കെ, LGS എക്സാം, LDC എക്സാം, LPUP എക്സാം, +2 ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ എക്സാം എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഏരിയ ആണ് ബഹിരാകാശ മേഖല. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബഹിരാകാശ മേഖലയാണ്. ഒരുപാട് ലോങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് കുറച്ച് കൂടുതൽ ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ 2020 UP എക്സാമിനേഷനും ഇപ്പോൾ നടക്കുന്ന എല്ലാ എക്സാമിനേഷനും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ബഹിരാകാശ മേഖല. നമുക്ക് ടോപ്പിക്കിലോട്ട് കയറാം. ബഹിരാകാശ മേഖല, സ്പേസ് ടെക്നോളജി എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ബഹിരാകാശ മേഖല. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു കമ്മിറ്റിയെ കുറിച്ചാണ്. നമുക്ക് ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഇന്ത്യയിൽ രൂപീകൃതമായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ കമ്മിറ്റി എന്ന് ചോദിക്കാം. ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് എഴുതണം. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് എഴുതുക. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. അപ്പോൾ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറയും. ഇതിൻ്റെ ഷോർട്ട് പേര് ഇൻഗോസ്പാർ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് തുടക്കമാകുന്ന സമയത്ത് രൂപീകൃതമായ കമ്മിറ്റിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അല്ലെങ്കിൽ ഇൻഗോസ്പാർ എന്ന് പറയും. ഓക്കെ, ഈ കമ്മിറ്റി എന്നാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1962 കമ്മിറ്റി രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകൃതമായി എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടിയിട്ടാണ്. ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ കമ്മിറ്റിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അല്ലെങ്കിൽ ഇൻഗോസ്പാർ. ഇൻഗോസ്പാർ രൂപീകൃതമായ വർഷം 1962. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായ് എന്ന് എഴുതണം. കമ്മിറ്റിയുടെ ചെയർമാൻ വിക്രം സാരാഭായ് ആണ്. ഓക്കെ, കമ്മിറ്റിയുടെ ചെയർമാൻ വിക്രം സാരാഭായ് ആണ്. ഓക്കെ, നമ്മുടെ പോയിന്റ്സ് ഇതാണ്. ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് രൂപീകൃതമായ വർഷം 1962. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന കമ്മിറ്റിയുടെ സ്ഥാപക ചെയർമാൻ എന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായ് എന്ന് എഴുതുക. വിക്രം സാരാഭായ്ക്ക് കുറിച്ച് അപരനാമങ്ങൾ വിളിക്കാറുണ്ട്. ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നോ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നോ ചോദിക്കാം. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി എന്നും ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് ചോദിച്ചാലും ഈ പറയുന്ന വിക്രം സാരാഭായ് എന്ന് എഴുതുക. 2020 നടന്ന UP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് എന്ന് എഴുതുക. ഇതുവരെ ഓക്കെയാണോ? ഓക്കെ, ശരി. അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒരിക്കൽ കൂടെ പറയാം. ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഷോർട്ട് പേര് ഇൻഗോസ്പാർ എന്ന് പറയും. ഓക്കെ, ഇൻഗോസ്പാർ എന്ന് പറയുന്ന കമ്മിറ്റി സ്ഥാപിതമായ വർഷം 1962.
കമ്മിറ്റിയുടെ സ്ഥാപക ചെയർമാൻ വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് 3 പേരുകളിൽ അറിയപ്പെടും. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് വിക്രം സാരാഭായ്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് എഴുതിക്കോളാം, നോട്ട് എഴുതിക്കോളാം. ബഹിരാകാശ ശാസ്ത്രം ബ്രാക്കറ്റിൽ സ്പേസ് ടെക്നോളജി എന്ന് എഴുതി. എഴുതിക്കോളാം. ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ കമ്മിറ്റി. ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ കമ്മിറ്റി. കമ്മിറ്റിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഷോർട്ട് പേര് ഇൻഗോസ്പാർ എന്നാണ്. INCOSPAR, ഇൻഗോസ്പാർ. കമ്മിറ്റി രൂപീകൃതമായ വർഷം 1962. കമ്മിറ്റിയുടെ സ്ഥാപക ചെയർമാൻ വിക്രം സാരാഭായ്. കമ്മിറ്റിയുടെ സ്ഥാപക ചെയർമാൻ വിക്രം സാരാഭായ്. എഴുതിക്കോളാം. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്, ഈ 3 പേരിലും അറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. ഒരിക്കൽ കൂടെ, ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. കമ്മിറ്റി രൂപീകൃതമായ വർഷം 1962. കമ്മിറ്റിയുടെ ചെയർമാൻ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഇതൊരു ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് 1962 തന്നെയാണ്. ഓക്കെ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം 1962. ഇതിന് ഷോർട്ട് പേരിൽ ടെൽസ് എന്ന് പറയും. TERLS, ടെൽസ് എന്ന് പറയും. അതായത് തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറയും. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. നമ്മളത്ര അതിൻ്റെ ഇംഗ്ലീഷിലുള്ള അബ്രിവേഷൻ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് പഠിച്ചു വെച്ചോളാം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം
നിലവിൽ വന്ന വർഷം, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം 1962. നിലവിൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്നല്ല അറിയപ്പെടുന്നത്. നിലവിൽ അറിയപ്പെടുന്ന പേര് നമുക്കറിയാം, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. തെറ്റിപ്പോലെ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് 1962. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ അറിയപ്പെടുന്ന പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. അപ്പോൾ 1962 നിലവിൽ വന്ന തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് വർഷം മുതലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് അറിഞ്ഞു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ 1972 എന്ന് എഴുതുക. ഓക്കെ. അപ്പം നമ്മുടെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, തുമ്പ തിരുവനന്തപുരം തന്നെയാണ്. ഓക്കെ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് 1962. എന്ന് മുതലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് അറിഞ്ഞു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ VSSC അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് അറിഞ്ഞു തുടങ്ങിയ വർഷമാണ് 1972. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ആദ്യത്തെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായ് തന്നെയാണ്. നമ്മുടെ വിക്രം സാരാഭായ് തന്നെയാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ചെയർമാൻ. നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം, നിലവിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്ന് എഴുതണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഒരിക്കൽ കൂടെ പറയാം, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം 1962. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1972. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ചെയർമാനും വിക്രം സാരാഭായ് തന്നെയാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ നിലവിലത്തെ ചെയർമാൻ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ഓക്കെ. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. അപ്പം നമുക്ക് എഴുതണേ, നോട്ടായിട്ട് എഴുതിക്കോളാം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം 1962. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം 1962. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ഷോർട്ട് പേരാണ് TERLS. ടെൽസ് എന്ന് പറയും. ടെൽസ്. TERLS. ജസ്റ്റ് അതിൻ്റെ പൂർണ്ണരൂപം നോട്ട് ചെയ്ത് വെച്ചോളാം. തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നാണ്. തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നാണ് ടെൽസിൻ്റെ പൂർണ്ണരൂപം. വേണമെങ്കിൽ ടെൽസ് രൂപീകൃതമായ വർഷം എന്ന് ചോദിക്കുക. അപ്പോൾ ഓർക്കുക, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനെയാണ് ഷോർട്ടായിട്ട് ടെൽസ് എന്ന് പറയുന്നതെന്ന് അറിയാം. എഴുതിയത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം 62 നിലവിൽ വന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1972. നെക്സ്റ്റ് വൺ,
തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ നിലവിലത്തെ ചെയർമാൻ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ നിലവിലത്തെ ചെയർമാൻ. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ, ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്ന പേര് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നാണ്. അപ്പോൾ നിലവിലെ VSSC ചെയർമാൻ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് തന്നെയായിരുന്നു. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ്. ഒരിക്കൽ കൂടെ, ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്, ഇൻഗോസ്പാർ എന്ന് ഷോർട്ട് പേര്. കമ്മിറ്റി രൂപീകൃതമായത് 1962. കമ്മിറ്റിയുടെ സ്ഥാപക ചെയർമാൻ അല്ലെങ്കിൽ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് അറിയപ്പെടുന്ന പേരുകൾ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നീ പേരുകളിലാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം 1962. ഷോർട്ട് പേര് ടെൽസ് എന്ന് പറയും. തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. 1962 നിലവിൽ വന്ന തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം 1972 മുതൽ അറിയപ്പെടുന്ന പേര് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നാണ്. VSSCയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു വിക്രം സാരാഭായ്. നിലവിലത്തെ ചെയർമാനാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഇതുവരെ ഓക്കെ ആണോ? Next one. മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കും. മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഏത് സ്ഥലമാണ് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തോന്നും ബാംഗ്ലൂർ എന്നൊക്കെ തോന്നും. അല്ല, ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പണി ചെയ്യാൻ വേണ്ടി ഒരു പള്ളി സ്ഥലം വിട്ടു നൽകി. ആ പള്ളിയുടെ പേര് സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച് എന്നാണ്. സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച്. അപ്പോൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് പണി ചെയ്യാൻ സ്ഥലം വിട്ടു നൽകിയ ഈ പള്ളിയാണ് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലം എന്ന് ചോദിച്ചാൽ സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച് എന്ന് എഴുതുക. പള്ളി ചോദിക്കില്ല. ഈ പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മളറിയാം. തുമ്പ, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുള്ള തുമ്പയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഒരു പള്ളിയാണ്. പള്ളിയുടെ പേര് സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച് എന്നാണ്. ഓക്കെ, മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ചിലപ്പം തിരുവനന്തപുരം എന്നൊക്കെ തരും. കറക്റ്റ്, തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മേരീസ് മഗ്ദലീന പള്ളി അല്ലെങ്കിൽ സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ചിന് പറയുന്ന പേരാണ് നമ്മുടെ മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് പറയും. ഓക്കെ, അടുത്തത് നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ എന്ന് പറയും. നൈക്ക് അപ്പാച്ചെ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ. ഏതു വർഷമാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1963 നൈക്ക് അപ്പാച്ചെ എന്ന റോക്കറ്റ് വിക്ഷേപിച്ചത്. ഈ നൈക്ക് അപ്പാച്ചെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റ് ആയിരുന്നില്ല, മറ്റൊരു രാജ്യം തന്ന് സഹായിച്ചതാണ്. ഏത് രാജ്യമാണ് ഈ പറയുന്ന നൈക്ക് അപ്പാച്ചെ എന്ന് പറയുന്ന റോക്കറ്റ് നമുക്ക് തന്ന് സഹായിച്ചത് എന്ന് ചോദിച്ചാൽ അമേരിക്ക അല്ലെങ്കിൽ USA എന്ന് എഴുതുക. അമേരിക്ക നമുക്ക് തന്ന് സഹായിച്ച റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ. നമ്മുടെ
സ്വന്തം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക് അപ്പാച്ചെയാണ്. നൈക് അപ്പാച്ചെ എന്ന റോക്കറ്റ് നമുക്ക് തന്ന് സഹായിച്ച രാജ്യമാണ് അമേരിക്ക. അപ്പം നമുക്ക് ഈ പറയുന്ന തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പണി ചെയ്യാൻ സ്ഥലം വിട്ടു നൽകിയ പള്ളിക്ക് പറയുന്ന പേരാണ് സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച്. ആ പള്ളി അറിയപ്പെടുന്ന പേരാണ് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന പേരിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം 62 നിലവിൽ വന്നു എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് ആദ്യമായിട്ടൊരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണ്. റോക്കറ്റ് വിക്ഷേപിച്ചത് 63. ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റാണ് നൈക് അപ്പാച്ചെ. 63 ഈ റോക്കറ്റ് നമുക്ക് തന്ന് സഹായിച്ച രാജ്യമാണ് അമേരിക്ക. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, അപ്പം നമുക്ക് എഴുതാം. മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഒരു ചർച്ചാണ്. സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച്. സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച്, തുമ്പ, തിരുവനന്തപുരം. മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച്, തുമ്പ, തിരുവനന്തപുരമാണ്. മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച്, തുമ്പ. നെക്സ്റ്റ് വൺ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക് അപ്പാച്ചെ. വിക്ഷേപിച്ച വർഷം 1963. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക് അപ്പാച്ചെ. നൈക് അപ്പാച്ചെ വിക്ഷേപിച്ചത് 1963. S1 നൈക് അപ്പാച്ചെ എന്ന റോക്കറ്റ് തന്ന് സഹായിച്ച രാജ്യം. നൈക് അപ്പാച്ചെ എന്ന റോക്കറ്റ് തന്ന് സഹായിച്ച രാജ്യം റഷ്യ എന്നൊക്കെ ഓപ്ഷൻ വരും, എടുക്കരുത്, അമേരിക്ക. നൈക് അപ്പാച്ചെ എന്ന റോക്കറ്റ് തന്ന് സഹായിച്ച രാജ്യം അമേരിക്ക. ഒരിക്കൽ കൂടെ, ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാനാണ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവെന്നോ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നോ ബഹിരാകാശ പദ്ധതിയുടെ പിതാവെന്നോ ചോദിച്ചാൽ വിക്രം സാരാഭായ് എന്നെഴുതാം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വന്നത് 62. അതിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്തത് 72. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ആദ്യത്തെ ചെയർമാനായിരുന്നു വിക്രം സാരാഭായ്. നിലവിലത്തെ ചെയർമാനാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സ്ഥലം വിട്ട് നൽകിയ പള്ളിയുടെ പേരാണ് സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച്. ആ ചർച്ചിനെ വിളിക്കുന്ന പേരാണ് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണ് നൈക് അപ്പാച്ചെ. നൈക് അപ്പാച്ചെ തന്ന് സഹായിച്ച രാജ്യമാണ് അമേരിക്ക. വിക്ഷേപിച്ച വർഷം 1963. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് കയറാം. നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് എന്ന് ചോദിച്ചാൽ നൈക് അപ്പാച്ചെ. എന്നാൽ
തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് എന്ന് ചോദിച്ചാൽ RH-75 എന്ന് എഴുതണം. തുമ്പയിൽ നിന്ന് ആദ്യമായിട്ട് വിക്ഷേപിച്ചത് നൈക് അപ്പാച്ചെയാണ്. അത് തന്നത് നമ്മുടെ അമേരിക്കക്കാരാണ്. പക്ഷേ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് എന്ന് ചോദിക്കാം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് എന്ന് ചോദിച്ചാൽ അത് RH-75 എന്ന് എഴുതണം. 1978 വർഷം 1967. 1968 നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ചു എന്നുകൂടി അറിയുക. അപ്പോൾ നമ്മൾ 63 ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുകയാണ്. 67 ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് ഇത് വിക്ഷേപിക്കുകയാണ്. നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റാണ് RH-75. ഏതു വർഷമാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനെ ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് പിറ്റേ വർഷം 1968 എന്നെഴുതുക. അപ്പം ഈ 2 പോയിന്റ്സ് കൂടെ നോട്ട് ചെയ്തോളാം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് RH-75. RH-75 വിക്ഷേപിച്ചത് 1967. RH-75 വിക്ഷേപിച്ചത് 1967. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇനി എഴുതിക്കൊള്ളാം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ച വർഷം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ച വർഷം 1968. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ച വർഷം 1968. ബാക്കി പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി പറയുന്ന എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ പേരാണ് ISRO. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം ISRO എന്നാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ ബഹിരാകാശ സംഘടനയുടെ പേര് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് ഷോർട്ട് പേര്. ഏത് വർഷമാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ 1969. ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ അന്തരീഷ് ഭവൻ, ബാംഗ്ലൂർ. ഇന്ത്യയുടെ ബഹിരാകാശ സംഘടനയുടെ പേര് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയും. ഏത് വർഷമാണ് ISRO സ്ഥാപിതമായെന്നൊക്കെ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. 1969 എന്ന് എഴുതുക.
എവിടെയാണ് ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ISROയുടെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അന്തരീഷ് ഭവൻ എന്നെഴുതുക. അന്തരീഷ് ഭവൻ എവിടെയെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ എന്നെഴുതുക. ഇപ്പോൾ നിലവിൽ എത്രാമത്തെ ചെയർമാനാണ് നിലവിൽ ISROയുടെ ചെയർമാനായിട്ടിരിക്കുന്ന എസ് സോമനാഥ് എന്നറിയാമോ? ISROയിൽ എത്ര ചെയർമാൻമാർ വന്നിട്ടുണ്ട്? എത്രാമത്തെ ചെയർമാനാണ് എസ് സോമനാഥ്? ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്തേ. പത്താമത്തെ ചെയർമാനാണ് എസ് സോമനാഥ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് മറ്റ് ചെയർമാൻമാർ ആരൊക്കെ ആയിരുന്നു എന്ന് ജസ്റ്റ് ഒന്നറിയാം. മറ്റു ചെയർമാൻമാർ ആയിരുന്ന വ്യക്തി അല്ലെങ്കിൽ അല്ലാത്തവർ എന്നൊക്കെ ചോദിച്ചാൽ ആയിരുന്നവർ നമ്മളങ്ങ് പഠിച്ചു വെച്ചോളാം. നിലവിൽ 10ാമത്തെ ചെയർമാനാണ്. 1 മുതൽ 10 വരെ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. നമ്മൾ പഠിച്ച പോയിന്റ് ഇതാണ്. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ പേര് ISRO എന്നാണ്. ISRO രൂപീകൃതമായ വർഷം 1969. ആസ്ഥാനം അന്തരീഷ് ഭവൻ ബാംഗ്ലൂർ ആണ്. ഓക്കെ, ഈ പോയിന്റ്സ് ആദ്യം ഒന്ന് നോട്ട് ചെയ്തോളാം, എഴുതുക. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ പേര് ഇന്ത്യൻ ബഹിരാകാശ സംഘടനയാണ് ISRO. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ പേര് ISRO. ബ്രാക്കറ്റിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISROയുടെ പൂർണ്ണരൂപം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO രൂപീകൃതമായ വർഷം 1969. ISRO രൂപീകൃതമായ വർഷം 1969. ISROയുടെ ആസ്ഥാനം അന്തരീഷ് ഭവൻ ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാനം അന്തരീഷ് ഭവൻ ബാംഗ്ലൂർ. ഇനി നമുക്ക് ISRO ചെയർമാൻ ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയെന്ന് നോക്കാം. 10 പേരുണ്ട്. നമുക്ക് ആദ്യത്തെ 5 പേരാരാണെന്ന് പഠിക്കാം. ISRO ചെയർമാൻമാർ. ഒന്നാമത്തെ ചെയർമാനായിരുന്നു വിക്രം സാരാഭായ്. രണ്ടാമത്തെ ചെയർമാനായിരുന്നു MGK മേനോൻ. മൂന്നാമത്തെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. നാലാമത്തെ ചെയർമാനായിരുന്നു UR റാവു. അഞ്ചാമത്തെ ചെയർമാനായിരുന്നു K കസ്തൂരി രംഗൻ. അപ്പോൾ ഓർഡറായിട്ട് പഠിച്ചു വെച്ചോളാം. ചെയർമാൻമാരെന്ന് ഇപ്പം കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയ്ക്ക് നിലവിലത്തെ ISRO ചെയർമാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ചോദിക്കുന്ന ഒരു ട്രെൻഡി ക്വസ്റ്റ്യനാണ് എത്രാമത്തെ ചെയർമാൻ എന്ന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 5 ചെയർമാൻമാർ: 1 വിക്രം സാരാഭായ്, 2 MGK മേനോൻ, 3 സതീഷ് ധവാൻ, 4 UR റാവു, 5 K കസ്തൂരി രംഗൻ. വിക്രം സാരാഭായ്, MGK മേനോൻ, സതീഷ് ധവാൻ, UR റാവു, K കസ്തൂരി രംഗൻ. വിക്രം സാരാഭായ് ഒന്നാമത്തെ ചെയർമാൻ, MGK മേനോൻ രണ്ടാമത്തെ ചെയർമാൻ, സതീഷ് ധവാൻ മൂന്നാമത്തെ ചെയർമാൻ, UR റാവു നാലാമത്തെ ചെയർമാൻ, K കസ്തൂരി രംഗൻ അഞ്ചാമത്തെ ചെയർമാൻ. ഈ 5 ചെയർമാൻമാരെ ആദ്യം 1-2 മിനിറ്റ് എടുത്ത് ഒന്ന് കാണാതെ പഠിക്കുക. പഠിച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യണം. ഈ പേരെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആവണം. എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതൊന്ന് പഠിക്കണേ. പഠിച്ചിട്ട് നമുക്ക് നിങ്ങളിതിനെ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ നോട്ടായിട്ട് പറയാം. എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചെഴുതാൻ ശ്രമിക്കുക. ആദ്യത്തെ 5 ചെയർമാൻമാർ ഇവരാണ്.
എഴുതാം. ISRO ചെയർമാൻമാർ. പഠിച്ചൊരു എഴുതുക, അല്ലാത്തൊരു കേട്ട് എഴുതുക. ISRO ചെയർമാൻമാർ: 1 വിക്രം സാരാഭായ്, 2 MGK മേനോൻ. വിക്രം സാരാഭായ്, MGK മേനോൻ. 3 സതീഷ് ധവാൻ. 4 UR റാവു. 5 K കസ്തൂരി രംഗൻ. വിക്രം സാരാഭായ്, MGK മേനോൻ, സതീഷ് ധവാൻ, UR റാവു, K കസ്തൂരി രംഗൻ. ഇതാണ് ആദ്യത്തെ 5 പേര്. ഇനി ബാക്കി 5 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. ആറാമത്തെ വ്യക്തിയുടെ പേര് G മാധവൻ നായർ എന്നായിരുന്നു. മാധവൻ നായർ. ഏഴാമത്തെ ചെയർമാന്റെ പേര് K രാധാകൃഷ്ണൻ എന്നായിരുന്നു. എട്ടാമത്തെ ചെയർമാന്റെ പേര് ശൈലേഷ് നായക് എന്നാണ്. ശൈലേഷ് നായക്. ഒമ്പതാമത്തെ ചെയർമാന്റെ പേര് K ശിവൻ എന്നാണ്. പത്താമത്തെ ചെയർമാൻ അല്ലെങ്കിൽ നിലവിലത്തെ ISRO ചെയർമാനാണ് S സോമനാഥ്. ആറാമത്തെ ചെയർമാൻ G മാധവൻ നായർ. ഏഴാമത്തെ ചെയർമാൻ K രാധാകൃഷ്ണൻ. എട്ടാമത്തെ ചെയർമാൻ ശൈലേഷ് നായക്. ഒമ്പതാമത്തെ ചെയർമാൻ K ശിവൻ. പത്താമത്തെ ചെയർമാൻ S സോമനാഥ്. 1 ആറാമത്തെ ആള് G മാധവൻ നായർ. 7 K രാധാകൃഷ്ണൻ. 8 ശൈലേഷ് നായക്. 9 K ശിവൻ. 10 നിലവിലത്തെ ചെയർമാൻ അല്ലെങ്കിൽ പത്താമത്തെ ചെയർമാനാണ് S സോമനാഥ്. ഇതും കൂടെ ഒന്ന് പഠിക്കുക, പഠിച്ചിട്ട് എഴുതും. എഴുതിക്കോളാം. ആറാമത്തെ ചെയർമാൻ G മാധവൻ നായർ. ഏഴാമത്തെ ചെയർമാൻ K രാധാകൃഷ്ണൻ. എട്ടാമത്തെ ചെയർമാൻ ശൈലേഷ് നായക്. ഒമ്പതാമത്തെ ചെയർമാൻ K ശിവൻ. പത്താമത്തെ ചെയർമാൻ S സോമനാഥ്. നിലവിലത്തെ ചെയർമാനാണ് പത്താമത്തെ ചെയർമാനായിട്ടുള്ള S സോമനാഥ്. 6 G മാധവൻ നായർ. 7 K രാധാകൃഷ്ണൻ. 8 ശൈലേഷ് നായക്. 9 K ശിവൻ. 10 S സോമനാഥ്. ഒരിക്കൽ കൂടെ പറയാം. ISRO ഇന്ത്യയുടെ ബഹിരാകാശ സംഘടനയുടെ പേര് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയാം. ISROയുടെ രൂപീകൃതമായ വർഷം 1969. ISRO ആസ്ഥാനം ISRO ആസ്ഥാനം അന്തരീക്ഷ് ഭവൻ, ബാംഗ്ലൂർ. 10 ചെയർമാന്മാരാണ് ISROയിൽ ചെയർമാന്മാരായിട്ടുള്ള വ്യക്തികൾ. ഒന്നാമത്തെ ചെയർമാൻ വിക്രം സാരാഭായ്. 2 MGK മേനോൻ. 3 സതീഷ് ധവാൻ. 4 UR റാവു. 5 K കസ്തൂരി രംഗൻ. 6 G മാധവൻ നായർ. 7 K രാധാകൃഷ്ണൻ. 8 ശൈലേഷ് നായക്. 9 K ശിവൻ. 10 S സോമനാഥ്. ഓക്കെ ആണോ? ISRO ചെയർമാന്മാരുടെ കാര്യം ഓക്കെ ആയോ? ഇപ്പോൾ നമുക്ക് ചോദിക്കുന്ന ഇടയ്ക്കൊരു നമ്പർ, ഇപ്പോൾ 8ാമത്തെ ചെയർമാനെന്നോ 6ാമത്തെ ചെയർമാനെന്നോ 9ാമത്തെ ചെയർമാനെന്നോ ഒക്കെ ചോദിക്കാം. നിലവിലത്തെ വ്യക്തി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അയാൾ 10ാമത്തെ ആണെന്നും ഇതിൻ്റെ ഇടയ്ക്കുള്ളത് ആരൊക്കെയാണ്, ഏത് പൊസിഷൻ ആണെന്നുള്ള കാര്യവും കൂടെ അറിയാം. നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് കയറാം. നിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ? പഠിപ്പിക്കുന്നേ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പം നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് കയറാം. ഇന്ത്യയുടെ
ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് ശ്രീഹരിക്കോട്ട എന്ന് എഴുതുക. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ ശ്രീഹരിക്കോട്ട എന്ന് എഴുതുക. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. ഏത് സംസ്ഥാനം എന്ന് നമുക്കറിയാം, ആന്ധ്രാപ്രദേശ് ആണ്. ഈ ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിനെ നമ്മൾ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് വിളിക്കും. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് ചോദിച്ചാൽ ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന്. അപ്പോൾ നമുക്ക് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ട്, അത് തുമ്പയിലാണ്. ഇപ്പോൾ പറയുന്നു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമുണ്ട്, അത് ശ്രീഹരിക്കോട്ടയാണ്. ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് എന്ന് എഴുതുക. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ പറയുന്ന ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഉണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ പ്രത്യേകത 2002 മുതൽ ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിനെ വിളിക്കുന്ന പേരാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന്. അപ്പോൾ ഏത് വർഷം മുതലാണ് ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിനെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ 2002 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരാണ് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട എവിടെയെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് എന്ന് എഴുതുക. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖത്തിൻ്റെ പേരാണ് ഈ പറയുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിനെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷമാണ് 2002. നമുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് കേപ്പ് കെനഡി. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിന് പേര് പറയാറുണ്ട് കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ. കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ കേപ്പ് കെനഡി എന്ന് ചോദിച്ചാൽ അത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് എഴുതുക. ഓക്കെ, ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ആണെങ്കിൽ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേര് ശ്രീഹരിക്കോട്ട എന്നാണ്. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിനെയാണ് നമ്മൾ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് വിളിക്കുന്നത്. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിനെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 2002. ഇന്ത്യയുടെ അല്ലെങ്കിൽ കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണെന്ന് കൂടി അറിയുക. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റ് നമുക്ക് എഴുതാം. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട ബ്രാക്കറ്റ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ലൈൻ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തെ ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം (2002).
കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ്. കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആണ്. നെക്സ്റ്റ് വൺ, നമുക്ക് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ട്, അത് തുമ്പ. അത് 71 ആണ്, 1971. ഓക്കെ ആണോ? നമുക്ക് ബാക്കി പോയിന്റ്സ് നോക്കാം. നമുക്ക് സ്വന്തമായിട്ട് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ട് തുമ്പ, ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമുണ്ട് ശ്രീഹരിക്കോട്ട. നമുക്കതുപോലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമുണ്ട്, ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമാണ് വീലാർ ദ്വീപ് എന്ന് പറയും. വീലാർ ദ്വീപ് ഇപ്പം അതിന് പുതിയ പേര് വന്നിട്ടുണ്ട്, APJ അബ്ദുൽ കലാം ദ്വീപ് എന്ന് വിളിക്കും. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് വീലാർ ദ്വീപ് എന്ന് എഴുതുക. വീലാർ ദ്വീപിൻ്റെ പുതിയ പേര് APJ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒഡീഷ എന്ന് എഴുതുക. അത് ഒഡീഷ സംസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, കർണാടകയിലുള്ള ISRO, ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, ഇപ്പോൾ പറയുന്നു ഒഡീഷയിലെ വീലാർ ദ്വീപ് അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ദ്വീപിനെയാണ് നമ്മൾ നമ്മുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമാണ് വീലാർ ദ്വീപ്. വീലാർ ദ്വീപ് എവിടെയെന്ന് ചോദിച്ചാൽ ഒഡീഷ എന്ന് എഴുതുക. വീലാർ ദ്വീപിൻ്റെ പുതിയ പേര് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം ദ്വീപ് എന്ന് എഴുതുക. ഓക്കെ, നമുക്കിനി ബാക്കി കുറച്ച് പോയിന്റ്സ് കൂടെ ഇൻട്രൊഡക്ഷനായിട്ട് പഠിക്കാനുണ്ട്. അതുകൂടെ നോക്കിയിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഏരിയയിലോട്ട് കയറാം, നമ്മുടെ ബാക്കി പോയിന്റ്സ്. ഓക്കെ, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി എന്നാണ് രൂപീകൃതമായത് എന്ന് ചോദിക്കും. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി എന്നാണ് രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ അത് 1978 എന്ന് എഴുതുക. എന്നാൽ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയുടെ പേര് ഇപ്പോൾ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ എന്നാണ്. ഏതു വർഷമാണ് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്തത് എന്ന് ചോദിച്ചാൽ 2008 എന്ന് എഴുതുക. നമുക്കിപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ, ഡിഗ്രിയുള്ള എക്സാം ഉൾപ്പെടെയുള്ള ഒരുപാട് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യനാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം അത് ഹൈദരാബാദ് എന്ന് എഴുതണം. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി രൂപീകൃതമായത് 1978. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി രൂപീകൃതമായത് 1978. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 2008, ആസ്ഥാനം ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി രൂപീകൃതമായത് 1978. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 2008. ഈ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് എന്ന് എഴുതുക. അതുപോലെ ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കും. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ, ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് എഴുതണം. ക്രാഡിൽ ഓഫ്
സ്പേസ് റിസർച്ച് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് എഴുതുക. ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഏത് വർഷമാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ 1947 എന്ന് എഴുതുക. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് അഹമ്മദാബാദ് എന്ന് എഴുതുക. അഹമ്മദാബാദ്. തെറ്റല്ലേ? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 2008. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി വന്നത് 1978. അതിനെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 2008. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. അതുപോലെ ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് എഴുതുക. എവിടെയാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് എന്ന് എഴുതുക. ഏത് വർഷമാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ അത് 1947 എന്ന് എഴുതുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി സ്ഥാപിതമായ വർഷം. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി സ്ഥാപിതമായ വർഷം 1978. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി സ്ഥാപിതമായ വർഷം 1978. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയെ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്ന് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം. 2008. ഒരു കറക്ഷൻ ഉണ്ട്. നമ്മൾ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി എന്നാ വന്നതെന്ന് എഴുതിയേ. ഏജൻസി അവിടെ 74 ആക്കിക്കോണേ. 74 74 ആക്കണേ. 74. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി വന്നത് 74. ഇത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ ആയത് 2008. അതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. നെക്സ്റ്റ് വൺ, ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായത് 1947. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് എന്നറിയപ്പെടുന്നത് ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായത് 1947. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം ഹൈദരാബാദ്.
ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം അഹമ്മദാബാദ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം അഹമ്മദാബാദ്. റിമോട്ട് സെൻസിംഗ് സെൻ്ററാണ് ഹൈദരാബാദ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ്. Let's go on. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ്, സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായി. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് രൂപീകൃതമായെന്ന് ചോദിച്ചാൽ 1972 എന്ന് എഴുതുക. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് രൂപീകൃതമായ വർഷം 1972. ഏതു വർഷമാണ് ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായതെന്ന് ചോദിച്ചാലും 72 തന്നെയാണ്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് എന്ന പേരിലൊരു വകുപ്പ് രൂപീകൃതമായത് 1972. ഏത് വർഷമാണ് ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായതെന്ന് ചോദിച്ചാൽ 1972 എന്ന് എഴുതുക. നെക്സ്റ്റ് വാട്ട്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ബാംഗ്ലൂരൊക്കെ എഴുതാൻ തോന്നും. അല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത്. സ്ഥലത്തിൻ്റെ പേര് വലിയമല, തിരുവനന്തപുരം എന്നാണ്. എന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ 2007 എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഒരിക്കൽ കൂടെ. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് രൂപീകൃതമായ വർഷം 1972. ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായ വർഷം 1972. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായത് 2007. ആസ്ഥാനം വലിയമല, തിരുവനന്തപുരം. ബാംഗ്ലൂർ എന്നൊക്കെ ഓപ്ഷൻ വരെ എടുക്കരുത്. പ്രീവിയസ് LD പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം തിരുവനന്തപുരം, വലിയമല എന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പം അതും കൂടെ നമുക്ക് എഴുതാം. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം. ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായ വർഷം. ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായ വർഷം. ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായ വർഷം. അതും 1972. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി രൂപീകൃതമായ വർഷം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി രൂപീകൃതമായ വർഷം 2007. ആസ്ഥാനം വലിയമല, തിരുവനന്തപുരം. ആസ്ഥാനം വലിയമല, തിരുവനന്തപുരം. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ, ജസ്റ്റ് നോട്ടിലൊന്ന് ശ്രദ്ധിക്കുക. നമുക്കൊന്ന് റിവിഷൻ ചെയ്തിട്ട് അടുത്ത കാര്യത്തിലോട്ട് കയറാം. ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ കമ്മിറ്റിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഷോർട്ട് പേര് ഇൻഗോസ്പാർ എന്ന് നമുക്ക് പഠിച്ചു വയ്ക്കും. ഏതു വർഷമാണ് കമ്മിറ്റി രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ 1962.
കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായ്. വിക്രം സാരാഭായ്ക്കുള്ള വിശേഷണങ്ങളാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നിവ. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. നമ്മൾ ഷോർട്ട് പേരിൽ ടെൽസ് എന്ന് പറയും. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം 1962. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1972. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ്, ഇപ്പോൾ പേര് VSSC, നിലവിൽ VSSCയുടെ ചെയർമാൻ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണ് നൈക് അപ്പാച്ചെ. നൈക് അപ്പാച്ചെ എന്ന റോക്കറ്റ് നമുക്ക് തന്ന് സഹായിച്ച രാജ്യമാണ് അമേരിക്ക. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റാണ് RH-75. വിക്ഷേപിച്ചത് 1967. നൈക് അപ്പാച്ചെ 63 വിക്ഷേപിച്ചു. ഇന്ത്യൻ നിർമ്മിത റോക്കറ്റായിട്ടുള്ള RH-75 1967 വിക്ഷേപിച്ചു. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം 1968. മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് സെൻറ് മേരീസ് മഗ്ദലീന ചർച്ച്. മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് സെൻറ് മേരീസ് മഗ്ദലീന ചർച്ച്. എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തുമ്പ, തിരുവനന്തപുരം. പ്രത്യേകത ചോദിച്ചാൽ ഈ പറയുന്ന പള്ളിയാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പണി കഴിക്കാൻ സ്ഥലം വിട്ട് നൽകിയത്. നമ്മളിപ്പോഴും പോയാൽ അവിടെ ഇതുണ്ട്. അതിപ്പോൾ ഒരു സ്പേസ് മ്യൂസിയമാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ ബഹിരാകാശ സംഘടനയുടെ പേര് ISRO എന്നാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് പൂർണ്ണ പേര്. ISRO സ്ഥാപിതമായ വർഷം 1969. എവിടെയാണ് ISROയുടെ ആസ്ഥാനമെന്ന് നമുക്കെല്ലാം അറിയാം. അന്തരീക്ഷ് ഭവൻ, ബാംഗ്ലൂർ. ISROയിൽ 10 ചെയർമാൻമാർ വന്നിട്ടുണ്ട്. നിലവിൽ 10ാമത്തെ ചെയർമാൻ. അപ്പോൾ നമ്മൾ നോക്കിയത് ആരൊക്കെയായിരുന്നു ചെയർമാൻമാർ എന്നാണ്. ഒന്നാമത്തെ ചെയർമാൻ വിക്രം സാരാഭായ്, രണ്ടാമത്തെ ചെയർമാൻ MGK മേനോൻ, മൂന്നാമത്തെ ചെയർമാൻ സതീഷ് ധവാൻ, നാലാമത്തെ ചെയർമാൻ UR റാവു, അഞ്ചാമത്തെ ചെയർമാൻ K കസ്തൂരി രംഗൻ, ആറാമത്തെ ചെയർമാൻ G മാധവൻ നായർ, ഏഴാമത്തെ ചെയർമാൻ K രാധാകൃഷ്ണൻ, എട്ടാമത്തെ ചെയർമാൻ ശൈലേഷ് നായക്, ഒമ്പതാമത്തെ ചെയർമാൻ K ശിവൻ, പത്താമത്തെ ചെയർമാൻ നിലവിലത്തെ ചെയർമാനായിട്ടുള്ള S സോമനാഥ്. ഇവരുടെ പേരുകളും ക്രമങ്ങളും എത്രാമത്തെ ആയിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് അറിയണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. എവിടെയാണ് ശ്രീഹരിക്കോട്ട എന്ന് ചോദിച്ചാൽ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എവിടെയെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് പറയുന്ന പേരാണ് നമ്മുടെ ബഹിരാകാശ തുറമുഖം എന്ന്. 1971 നിലവിൽ വന്ന ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷമാണ് 2002. കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററാണ്.
നമുക്ക് സ്വന്തമായിട്ടൊരു മിസൈൽ പരീക്ഷണ കേന്ദ്രമുണ്ട്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ വീലാർ ദ്വീപ് എന്ന് എഴുതുക. ഈ വീലാർ ദ്വീപിൻ്റെ പുതിയ പേരാണ് APJ അബ്ദുൽ കലാം ദ്വീപ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഒഡീഷ എന്ന് എഴുതുക. ഇന്ത്യയിൽ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി രൂപീകൃതമായ വർഷം 1974. ഇന്ത്യയിൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയെ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 2008. എവിടെയാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് എന്ന് എഴുതണം. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് എഴുതുക. ഏത് വർഷമാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 1947 എന്ന് എഴുതുക. ആസ്ഥാനം അഹമ്മദാബാദ്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1972 എന്ന് എഴുതുക. ഏത് വർഷമാണ് ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായതെന്ന് ചോദിച്ചാൽ അതും 1972 തന്നെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം ചോദിച്ചാൽ വലിയമല തിരുവനന്തപുരം എന്ന് എഴുതുക. ഏത് വർഷമാണ് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ 2007 എന്ന് എഴുതുക. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായോ? ഓക്കെ, നമുക്കിനി പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ദൗത്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ISRO നേട്ടങ്ങളാണ് നമ്മൾ ആദ്യം കവർ ചെയ്യണം. ഇതിൽ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, മംഗൾയാൻ, ഗഗൻയാൻ, ഇപ്പോൾ ആദിത്യ L1, ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ പഠിക്കും. നമുക്ക് ISRO നേട്ടങ്ങളിൽ ആദ്യം ചന്ദ്രയാനെക്കുറിച്ച് പഠിക്കാം. ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1. ചന്ദ്രനെക്കുറിച്ച് പഠിച്ച ISRO ദൗത്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം, അതായത് ചന്ദ്രനെക്കുറിച്ച് പഠിച്ച ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. സാധാരണ നമ്മൾ ഇന്ത്യയുടെ ദൗത്യങ്ങൾക്കെല്ലാം തന്നെ മറ്റേതെങ്കിലും ഒരു രാജ്യം സഹായം നൽകാറുണ്ട്. അപ്പം നമ്മുടെ ചന്ദ്രയാൻ പദ്ധതിയുമായി സഹകരിച്ച രാജ്യം ചോദിച്ചാൽ ഇന്ത്യൻ ദൗത്യം അല്ലെങ്കിൽ ISRO ദൗത്യമായ ചന്ദ്രയാൻ ദൗത്യവുമായി സഹകരിച്ച രാജ്യമാണ് റഷ്യ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം അല്ലെങ്കിൽ ചന്ദ്രനെക്കുറിച്ച് പഠിച്ച ആദ്യത്തെ ഇന്ത്യൻ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 എന്ന ദൗത്യത്തിൽ ISRO അല്ലെങ്കിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യമാണ് റഷ്യ. എന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ അത് 2008 ഒക്ടോബർ 22-ാം തീയതിയാണ്. ചന്ദ്രയാൻ 1 എന്ന് പറയുന്ന ദൗത്യത്തിനെ നമ്മൾ വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-ാം തീയതി. ഇപ്പോൾ നടന്നൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ. ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചത് ഏത് വർഷമാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്. അവിടെ ഡേറ്റ് പഠിക്കേണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ഡേറ്റോടുകൂടി പഠിച്ചു വെച്ചോളാം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-ാം തീയതിയാണ്. എന്നാണ് ചന്ദ്രയാൻ 1 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ ഭ്രമണപഥത്തിൽ എത്തിയത് 2008
നവംബർ 8 എന്ന് എഴുതണം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം അല്ലെങ്കിൽ ചന്ദ്രനെ കുറിച്ച് പഠിച്ച ആദ്യത്തെ ഇന്ത്യൻ ദൗത്യമാണ് ചന്ദ്രയാൻ ഫസ്റ്റ്. ഏത് രാജ്യമാണ് ചന്ദ്രയാൻ ദൗത്യവുമായി സഹകരിച്ചതെന്ന് ചോദിച്ചാൽ റഷ്യ എന്ന് എഴുതുക. എന്നാണ് ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ 2008 ഒക്ടോബർ 22 എന്ന് എഴുതുക. എന്നാണ് ചന്ദ്രയാൻ ഫസ്റ്റ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് ചോദിച്ചാൽ 2008 നവംബർ 8 എന്ന് എഴുതുക. എവിടെ നിന്നാണ് വിക്ഷേപണ സ്ഥലമെന്ന് ചോദിച്ചാൽ ശ്രീഹരിക്കോട്ട തന്നെയാണ്. ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനങ്ങൾ എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കുറച്ച് വിക്ഷേപണ വാഹനങ്ങളുണ്ട്. അതിൽ വരുന്നൊരു വിക്ഷേപണ വാഹനമാണ് PSLV എന്ന് പറയും. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇതിലെ ഏത് നമ്പറാണെന്ന് ഓർത്തിരിക്കുക. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ വാഹനം PSLV C11, നമ്പർ 11 എന്നുള്ള കാര്യം തെറ്റരുത്. നമുക്ക് ഒരുപാട് വാഹനങ്ങൾ വരും, അവിടെ നമ്പർ വെച്ചിട്ട് പരസ്പരം ക്ലാഷ് ആവരുത്. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് PSLV C11 എന്നാണ്. ചന്ദ്രയാൻ ഫസ്റ്റ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം അല്ലെങ്കിൽ ഇന്ത്യ ആദ്യമായി ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ദൗത്യമാണ് ചന്ദ്രയാൻ ഫസ്റ്റ്. ചന്ദ്രയാൻ ഫസ്റ്റുമായി സഹകരിച്ച രാജ്യമാണ് റഷ്യ. ഏതു വർഷമാണ് ചന്ദ്രയാൻ ഫസ്റ്റ് എന്ന ദൗത്യത്തിന് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ 2008 ഒക്ടോബർ 22 എന്ന് എഴുതുക. എന്നാണ് ചന്ദ്രയാൻ ഫസ്റ്റ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയെന്ന് ചോദിച്ചാൽ 2008 നവംബർ 8 എന്ന് എഴുതുക. എവിടെ വെച്ചാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ അത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് ചോദിച്ചാൽ PSLV C11 എന്ന് എഴുതുക. PSLVയുടെ പൂർണ്ണരൂപമാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C11. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? എന്തിനാണ് ചന്ദ്രയാൻ ഫസ്റ്റ് പോയതെന്നൊന്നും PSC ചോദിക്കില്ല. ജസ്റ്റ് അറിയുക, അവിടെ മഞ്ഞുപാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഐസ് പാളികളുണ്ടല്ലോ, ഐസ് പാളികളുടെ സാന്നിധ്യമാണ് കണ്ടുപിടിച്ചത് ഇത് പോയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഐസ് പാളികളുടെ സാന്നിധ്യം, വെള്ളം ഐസായിട്ട് ലെയറായിട്ട് ഇരിക്കുന്നുവെന്ന് ചന്ദ്രയാൻ ഫസ്റ്റ് തെളിയിച്ചു. അതുകൊണ്ട് തന്നെ ഇത് വിജയകരമായി പൂർത്തിയാക്കിയ ഒരു ദൗത്യമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് എഴുതിക്കോളാം. ഹെഡിങ് ISROയുടെ നേട്ടങ്ങൾ. ISRO നേട്ടങ്ങൾ. അതിൽ നമ്പർ 1 ചന്ദ്രയാൻ ഫസ്റ്റ്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ ഫസ്റ്റ്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ ഫസ്റ്റ്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ ഫസ്റ്റ്. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം റഷ്യ. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം റഷ്യ. ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിച്ച് 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ ഫസ്റ്റ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22.
ചന്ദ്രയാൻ ഫസ്റ്റ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത്? 2008 നവംബർ 8. 2008 നവംബർ 8. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV-C-11. PSLV-C-11. PSLV-യുടെ പൂർണ്ണരൂപം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. PSLV-യുടെ പൂർണ്ണരൂപം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇതൊരു ഓക്കെ ആണോ? ചന്ദ്രയാൻ ഫസ്റ്റ് നമ്മുടെ ദൗത്യമാണെങ്കിലും അതിൽ മറ്റു രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് കൊടുത്ത നിരീക്ഷണ ഉപഗ്രഹങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഒരു ദൗത്യം പോയാലും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങളുടെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ കൂടി കൊടുത്തുവിടാറുണ്ട്. ചന്ദ്രയാൻ ഫസ്റ്റിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ എത്ര എണ്ണം ചോദിച്ചാൽ, നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ എണ്ണം ടോട്ടൽ എത്ര ഉപഗ്രഹങ്ങൾ കൊടുത്തുവിട്ടു എന്ന് ചോദിച്ചാൽ അവിടെ 11 എന്നെഴുതണം. പിന്നെ നമ്മുടെ ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഉപകരണം ഉണ്ടായിരുന്നു. ആ ഉപകരണത്തിൻ്റെ പേര് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന് പറയും. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ ഉപകരണമാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ ഉപകരണത്തിൻ്റെ പേര് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്നാണ്. ഈ ഉപകരണം ചന്ദ്രൻ്റെ ഒരു പ്രദേശത്തോട്ട് ചെന്ന് പതിച്ചു. ലാൻഡർ എന്ന് പറയും. നമ്മുടെ ഇപ്പോൾ ലാൻഡർ വിക്രം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ. ഓക്കെ, അപ്പം നമ്മുടെ ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച പ്രദേശമാണ്, ഒരു ഗർത്തമാണ്. അതിൻ്റെ പേര് ഷാക്കിൽട്ടൺ ഗർത്തം എന്നാണ്. ഷാക്കിൽട്ടൺ ഗർത്തം. തെറ്റല്ലേ? നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ടോട്ടൽ 11 ഉണ്ടായിരുന്നു. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച പ്രദേശം അറിയപ്പെടുന്ന പേര് ഷാക്കിൽട്ടൺ ഗർത്തം എന്നാണ്. ഓക്കെ, നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 11 ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപകരണമായിരുന്നു മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ഈ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച ഗർത്തമാണ് ഷാക്കിൽട്ടൺ ഗർത്തം. അവിടെ പോയി പതിച്ചിട്ട് അവിടെ ഐസ് പാളികൾ, അല്ലെങ്കിൽ നമ്മുടെ ഐസ് കട്ടായിട്ടുള്ള ലെയർ ഉണ്ടെന്ന് തെളിയിച്ചിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് നമുക്ക് പറയാം. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു ദൗത്യമാണ് ചന്ദ്രയാൻ ഫസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 4 പേരുകൾ കൂടി പഠിക്കാനുണ്ട്. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ തലവൻ, ഈ പ്രോജക്റ്റിൻ്റെ തലവൻ എന്ന് ചോദിച്ചാൽ ആളിൻ്റെ പേര് അണ്ണാദുരൈ എന്ന് എഴുതുക. പ്രോജക്റ്റ് ഹെഡ് അല്ലെങ്കിൽ തലവൻ്റെ പേര് അണ്ണാദുരൈ എന്നാണ്. ഈ അണ്ണാദുരൈ വിളിക്കുന്ന പേരാണ് മൂൺ മാൻ ഓഫ് ഇന്ത്യ. മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അണ്ണാദുരൈയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോജക്റ്റ് ഹെഡിൻ്റെ പേര് എം അണ്ണാദുരൈ എന്ന വ്യക്തിയാണ്. അണ്ണാദുരൈ വിളിക്കുന്ന പേരാണ് മൂൺ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചന്ദ്രമനുഷ്യൻ അല്ലെങ്കിൽ മൂൺ മാൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ പറയുന്ന അണ്ണാദുരൈയാണ്. നമ്മുടെ ഈ ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ നിർമ്മാണ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ? അദ്ദേഹമായിരുന്നില്ല. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ, 2 ചെയർമാന്മാരുടെ പേര് പഠിക്കാനുണ്ട്. രണ്ടും തമ്മിൽ ക്ലാഷ് ആവരുത്. നമ്മുടെ ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ നിർമ്മാണ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ എന്ന് ചോദിക്കാം. നിർമ്മാണ സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെ കസ്തൂരി രംഗൻ എന്ന് എഴുതണം. തെറ്റിപ്പോലെ നമ്മുടെ
ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ നിർമ്മാണ സമയത്ത് ISRO ചെയർമാൻ കെ കസ്തൂരിരംഗൻ ആയിരുന്നെങ്കിൽ ആരായിരുന്നു വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ എന്ന് ചോദിച്ചാൽ അവിടെ ജി മാധവൻ നായർ എന്ന് എഴുതണം. മാധവൻ നായർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ ഫസ്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധവൻ നായർ ആയിരുന്നില്ല. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ നിർമ്മാണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തിയായിരുന്നു കെ കസ്തൂരി രംഗൻ. അതുപോലെ വിക്ഷേപണ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ എന്ന് ചോദിച്ചാൽ ജി മാധവൻ നായർ എന്ന് എഴുതുക. ഓരോ ദൗത്യങ്ങൾ വിക്ഷേപിക്കുന്ന സമയത്തും ആ സമയത്ത് VSSC ചെയർമാൻ അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ചെയർമാൻ ആരെന്ന് കൂടി അറിഞ്ഞിരിക്കുക. നമ്മുടെ ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് ആരായിരുന്നു VSSC ചെയർമാൻ ആയിരുന്നെന്ന് ചോദിച്ചാൽ ISRO ചെയർമാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാളുടെ പേര് കെ രാധാകൃഷ്ണൻ എന്നാണ്. കെ രാധാകൃഷ്ണൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചന്ദ്രയാൻ ഫസ്റ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള. ചന്ദ്രയാൻ ഫസ്റ്റിലെ ആകെ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ എണ്ണം 11. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച പ്രദേശമാണ് ഷാക്കിൾട്ടൺ ഗർത്തം. അത് ചന്ദ്രനിലെ പ്രദേശമാണ്. അവിടെ പോയിട്ട് ഐസ് പാളികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് തെളിയിച്ച്. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ തലവൻ ചോദിച്ചാൽ അണ്ണാദുരൈ എന്ന് എഴുതുക. അണ്ണാദുരൈയുടെ വിളിപ്പേരാണ് മൂൺ മാൻ ഓഫ് ഇന്ത്യ. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ നിർമ്മാണ സമയത്ത് ആരാണ് ISRO ചെയർമാൻ എന്ന് ചോദിച്ചാൽ അത് കെ കസ്തൂരി രംഗൻ എന്ന് എഴുതുക. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് ആരാണ് ISRO ചെയർമാൻ എന്ന് ചോദിച്ചാൽ ജി മാധവൻ നായർ എന്ന് എഴുതുക. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് ആരായിരുന്നു VSSC ചെയർമാൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ രാധാകൃഷ്ണൻ എന്ന് എഴുതുക. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ബാക്കി പോയിൻറ്റ്സ് എഴുതിക്കോളാം. ചന്ദ്രയാൻ ഫസ്റ്റിലെ ആകെ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ എണ്ണം. ചന്ദ്രയാൻ ഫസ്റ്റിലെ ആകെ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ എണ്ണം 11. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ മൂൺ ഇമ്പാക്റ്റ് പ്രോബ്, തെറ്റിപ്പോലെ, മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച ചന്ദ്രനിലെ പ്രദേശം ഷാക്കിൾട്ടൺ ഗർത്തം എന്ന് എഴുതുക. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച ഗർത്തമാണ്, ചന്ദ്രനിലെ ഗർത്തമാണ് ഷാക്കിൾട്ടൺ ഗർത്തം. നെക്സ്റ്റ് വൺ, കുറച്ച് വ്യക്തികളുമായി ബന്ധപ്പെട്ട പേരുകളാണ്. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ തലവൻ M അണ്ണാദുരൈ. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ തലവൻ M അണ്ണാദുരൈ. വിശേഷണമുണ്ട് മൂൺ മാൻ ഓഫ് ഇന്ത്യ. മൂൺ മാൻ ഓഫ് ഇന്ത്യ. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ നിർമ്മാണ സമയത്ത് ISRO ചെയർമാൻ. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ നിർമ്മാണ സമയത്ത് ISRO ചെയർമാൻ കെ കസ്തൂരി രംഗൻ. നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ
ആ പോയിന്റ് വരയ്ക്കണം. ജി മാധവൻ നായർ. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് VSSC ചെയർമാൻ കെ രാധാകൃഷ്ണൻ. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് VSSC ചെയർമാൻ കെ രാധാകൃഷ്ണൻ. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ISRO നേട്ടത്തിൽ വരുന്ന ചന്ദ്രയാൻ ഫസ്റ്റ്. അവിടെ പോയി ഐസ് പാളികളുടെ സാന്നിധ്യമുണ്ട് എന്ന് തെളിയിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ഇതൊരു വിജയകരമായ ദൗത്യമായിരുന്നു. നമുക്ക് ചന്ദ്രയാൻ സെക്കൻഡ് പിന്നെ വിക്ഷേപിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ ഈ ഐസ് പാളികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താനാണ്. പക്ഷേ അത് അത്രത്തോളം വിജയകരമായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ദൗത്യമായതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ പോയിന്റ്സ് പറഞ്ഞിട്ട് സെക്കൻഡിലോട്ട് കയറാം. ഒരിക്കൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം അല്ലെങ്കിൽ ആദ്യത്തെ ചന്ദ്രദൗത്യം എന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ ഫസ്റ്റ് എന്ന് എഴുതുക. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ റഷ്യ എന്ന് എഴുതുക. ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ ഫസ്റ്റ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2008 തന്നെ നവംബർ 8 ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ വാഹനം PSLV-C-11 പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും. വിക്ഷേപണ സ്ഥലം നമ്മുടെ സ്വന്തം ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ ഫസ്റ്റിൽ ആകെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 11. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായ മൂൺ ഇമ്പാക്റ്റ് പ്രോബ്, ആ ഉപകരണത്തിൻ്റെ പേര് മറക്കരുത്, മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച ചന്ദ്രനിലെ പ്രദേശമാണ് ഷാക്കിൾട്ടൺ ഗർത്തം. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ തലവൻ M. അണ്ണാദുരൈ. അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരാണ് മൂൺ മാൻ ഓഫ് ഇന്ത്യ. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ നിർമ്മാണ സമയത്ത് ISRO ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് K. കസ്തൂരിരംഗനായിരുന്നു. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ എന്ന് ചോദിച്ചാൽ അത് G. മാധവൻ നായരായി. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് ആരായിരുന്നു VSSC ചെയർമാൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ S. രാധാകൃഷ്ണൻ എന്ന് എഴുതുക. ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണോ? Next one, ചന്ദ്രയാൻ സെക്കൻഡ്. നമ്മുടെ ചന്ദ്രയാൻ ഫസ്റ്റ് വിജയമായിരുന്നു. അപ്പോൾ ഐസ് പാളികളുടെ കൂടുതൽ ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടിയാണ് ചന്ദ്രയാൻ സെക്കൻഡ് പോയത് എന്നറിയാം. എന്നാണ് ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ അതിനു മുമ്പായിട്ട് ഒരു രാജ്യം എപ്പോഴും നമുക്ക് സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെയും ചന്ദ്രയാൻ സെക്കൻഡ് ദൗത്യത്തിലും ഇന്ത്യയെ സഹായിച്ചൊരു രാജ്യമുണ്ട്, സഹകരിച്ച രാജ്യം. ഇവിടെയും റഷ്യ തന്നെയാണ്. സഹകരിച്ച രാജ്യം റഷ്യ. എന്നാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിനും ഉണ്ടായിരുന്ന ഈ ക്വസ്റ്റ്യൻ 2019 ജൂലൈ 22 സഹകരിച്ച രാജ്യം റഷ്യ. വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 ഡേറ്റ് മാസത്തോടുകൂടി ചേർത്ത് പഠിച്ചു വെച്ചോളാം. ആദ്യത്തെ ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിക്കുന്നത് 2019 ജൂലൈ 22. നമുക്കവിടെ എത്തി എന്ന് നമുക്ക് വിവരം കിട്ടി, പക്ഷേ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടെ എത്തി എന്നൊരു ഡേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട. വിക്ഷേപണ വാഹനം GSLV Mark 3 M1. GSLV, ഇവിടെ PSLV അല്ല, GSLV ആണ്.
ഈ GSLVയുടെ പൂർണ്ണരൂപമൊന്നും നമുക്ക് ചോദിക്കാറില്ല, എങ്കിലും ഇതിൻ്റെ പേര് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പൂർണ്ണമായിട്ടുള്ള പേര് പഠിച്ചു വെച്ചോളാം. മാർക്ക് 3 M1. ചന്ദ്രയാൻ 2 സഹകരിച്ച രാജ്യം റഷ്യ. വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1. വിക്ഷേപണ സ്ഥലം നമുക്കറിയാം, സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ചന്ദ്രയാൻ 2 മായി സഹകരിച്ച രാജ്യം റഷ്യ. വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ. നമ്മുടെ ചന്ദ്രയാൻ ഫസ്റ്റിലെ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് പോലെ ഇവിടെയും ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അവിടെ ലാൻഡ് ചെയ്യുന്ന ഒരു ഉപകരണം, നമുക്കതിനെ ലാൻഡർ എന്ന് പറയാം. ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്. ലാൻഡർ വിക്രം. പിന്നെ നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കൊടുത്തുവിട്ട ഒരു ചെറിയ വാഹനമുണ്ടായിരുന്നു, 4 ടയറോട് കൂടിയ. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഓടി നടന്ന് വിവരങ്ങൾ തരാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ പറയുന്ന പേര് റോവർ എന്നാണ്. വാഹനങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് റോവർ എന്ന് തന്നെയാണ്. റോവറിൻ്റെ പേര് പ്രഖ്യാൻ എന്നായിരുന്നു. റോവർ പ്രഖ്യാൻ. എല്ലാ പോയിന്റ്സും പ്രീവിയസ് ആണ്, പഠിച്ചു വെച്ചോളാം. ചന്ദ്രയാൻ 2 സഹകരിച്ച രാജ്യം റഷ്യ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. GSLVയുടെ പൂർണ്ണരൂപം ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. ലാൻഡറിൻ്റെ പേര് വിക്രം എന്നായിരുന്നു. റോവറിൻ്റെ പേര് പ്രഖ്യാൻ എന്നായിരുന്നു. കറക്റ്റ് ഒരു ഡേറ്റിൽ അവിടെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഭ്രമണപഥത്തിൽ എത്തിയെന്നുള്ള ഡേറ്റ് നമ്മൾ പറയാത്തത്. സോ എഴുതിക്കോളാം, ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 സഹകരിച്ച രാജ്യം റഷ്യ. ചന്ദ്രയാൻ 2 സഹകരിച്ച രാജ്യം റഷ്യ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1. GSLV മാർക്ക് 3 M1. GSLV മാർക്ക് 3 M1. GSLVയുടെ പൂർണ്ണരൂപമൊന്നും നമുക്ക് ചോദിക്കാറില്ല, എങ്കിലും നോട്ട് ചെയ്യുക. GSLV സ്റ്റാൻഡ്സ് ഫോർ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ.
ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ ലാൻഡർ വിക്രം, റോവർ പ്രഖ്യാൻ. ലാൻഡർ വിക്രം, റോവർ പ്രഖ്യാൻ. ലാൻഡർ വിക്രം, റോവർ പ്രഖ്യാൻ. ലാൻഡർ വിക്രം, റോവർ പ്രഖ്യാൻ. ചന്ദ്രയാൻ സെക്കൻഡ് ദൗത്യം പൂർണ്ണമായിട്ടൊരു വിജയമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ എത്തി നമ്മുടെ ലാൻഡറായിട്ടുള്ള വിക്രം കുറച്ച് സിഗ്നൽസ് ഒക്കെ തന്നെങ്കിലും കംപ്ലീറ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. സോ നമ്മുടെ ദൗത്യമായതുകൊണ്ട് പഠിച്ചു വെച്ചോളാം, ഇത് ഒന്നിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പോയിൻറ്റ്സും ഈ അടുത്ത കാലത്ത് മുതൽ ഇഷ്ടംപോലെ എക്സാംസിന് വരുന്നുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെച്ചോളാം. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേരൂടെ പഠിക്കാനുണ്ട്. ഈ ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ മിഷൻ ഡയറക്ടർ, തലവ എന്ന് വേണമെങ്കിൽ പറയാം, ഡയറക്ടറിൻ്റെ പേര് ഋതു കരിതാൾ ശ്രീവാസ്തവയാണ്. ഋതു കരിതാൾ ശ്രീവാസ്തവ. ഋതു കരിതാൾ ശ്രീവാസ്തവ. ചന്ദ്രയാൻ സെക്കൻഡുമായി സഹകരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഈ ലേഡിയെ വിളിക്കുന്നൊരു പേരുണ്ട്. ഈ ഋതു കരിതാൾ ശ്രീവാസ്തവ എന്ന് പറയുന്ന ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ മിഷൻ ഡയറക്ടറായിട്ടുള്ള ഈ വനിത അറിയപ്പെടുന്ന പേരാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. നമുക്ക് പണ്ടോട്ടേ അറിയാം മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ആരാണെന്ന്. അത് ടെസ്സി തോമസ് ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ അത് ടെസ്സി തോമസ് ആണ്, ഒരു ഡൗട്ടും വേണ്ട, ടെസ്സി തോമസ്. ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ മിഷൻ ഡയറക്ടറിൻ്റെ പേര് ഋതു കരിതാൾ ശ്രീവാസ്തവ, ഒരു വനിത ലേഡിയാണ്. ഈ ലേഡിയെ വിളിക്കുന്ന പേരാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ മിഷൻ ഡയറക്ടറിൻ്റെ പേര് ഋതു കരിതാൾ ശ്രീവാസ്തവ. ആ ലേഡിയെ വിളിക്കുന്ന പേരാണ് ഋതു കരിതാൾ ശ്രീവാസ്തവ. ഇവരെ വിളിക്കുന്ന പേര് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നാണ്. നമുക്കെല്ലാം അറിയാവുന്നൊരു പോയിന്റാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. നമ്മുടെ ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിക്കുന്ന സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ എന്ന് നമുക്കറിയാം. ആ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തിയായിരുന്നു K. ശിവൻ. ISRO ചെയർമാൻ ആ സമയത്ത് 9ാമത്തെ ചെയർമാനായിരുന്നു K. ശിവനായിരുന്നു. K. ശിവൻ അറിയപ്പെടുന്ന മറ്റൊരു അപരനാമമാണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, അത് പണ്ടോട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാമാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ പറയുന്ന ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിക്കുന്ന സമയത്ത് ആരായിരുന്നു VSSC ചെയർമാൻ അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ചെയർമാൻ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ ISRO ചെയർമാൻ ആയിരിക്കുന്ന S. സോമനാഥ് ആയിരുന്നു ആ സമയത്ത്, അല്ലെങ്കിൽ ചന്ദ്രയാൻ സെക്കൻഡ് പോകുന്ന സമയത്ത് VSSC ചെയർമാൻ എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇത്രയും വ്യക്തികളുടെ പേര് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളാം. ഒരിക്കൽ കൂടെ, ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ മിഷൻ ഡയറക്ടറിൻ്റെ പേര് ഋതു കരിതാൾ ശ്രീവാസ്തവ എന്നാണ്. ഋതു കരിതാൾ ശ്രീവാസ്തവ. ആ ലേഡിയെ നമ്മൾ പറയുന്ന പേരാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നൊരു പേരാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. അത് ടെസ്സി തോമസ് ആണ്.
ഓക്കെ, നമ്മുടെ ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപണ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ എന്ന് ചോദിച്ചാൽ കെ ശിവൻ എന്ന് എഴുതുക. ഈ കെ ശിവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിക്കുന്ന സമയത്ത് VSSC ചെയർമാൻ അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ചെയർമാനായിരുന്നു S സോമനാഥ്. നിരവധി ISRO ചെയർമാനായിട്ടിരിക്കുന്ന വ്യക്തിയായിരുന്ന S സോമനാഥ് ആ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ചെയർമാൻ ആയിരുന്നു എന്നുകൂടി അറിയുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ബാക്കി പോയിന്റ്സ് കൂടെ എഴുതാം. പിന്നെ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ത്രിരംഗ പോയിന്റ്, ശിവശക്തി പോയിന്റ്, അതൊക്കെ നമുക്ക് ചന്ദ്രയാൻ 3 പറയുന്ന സമയത്ത് പറയാം. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ ലാൻഡറിലെ നമ്മുടെ ഇതിൻ്റെ ലാൻഡറായിട്ട് വിക്രം തകർന്നു പോയ സ്ഥലത്തിനാണ് ത്രിരംഗ പോയിന്റ് എന്ന് പറയുന്നത്. അതിപ്പം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതാണ്. ചന്ദ്രയാൻ 3 സക്സസ് ആയ സമയത്ത് ആ പോയിന്റുകളെല്ലാം നമുക്ക് അടുത്ത ചന്ദ്രയാൻ 3യുടെ കൂട്ടത്തിൽ വരും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ എഴുതിക്കോളാം. ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ മിഷൻ ഡയറക്ടർ ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ മിഷൻ ഡയറക്ടർ ഋതു കരിതാൾ ശ്രീവാസ്തവ. ഋതു കരിതാൾ ശ്രീവാസ്തവ. ആ ലേഡിയെ വിളിക്കുന്ന അപരനാമമാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ മിഷൻ ഡയറക്ടറിൻ്റെ പേര് ഋതു കരിതാൾ ശ്രീവാസ്തവ എന്നാണ്. ആ ലേഡി വിളിക്കുന്ന പേരാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ അറിയാത്തവർ എഴുതി വയ്ക്കുക. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ്. നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ. ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. is bracket missile man of India. Missile man of India APJ Abdul Kalam. Next one, ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ചെയർമാൻ. ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ചെയർമാൻ ഡോക്ടർ S സോമനാഥ്, നിലവിലത്തെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ ഫസ്റ്റും സെക്കൻഡും ഓക്കെ ആയോ? ഫസ്റ്റും സെക്കൻഡും ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ചന്ദ്രയാൻ 3 അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ ഫസ്റ്റ്. സഹകരിച്ച രാജ്യം റഷ്യ. വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. എന്നാണ് ഭ്രമണപഥത്തിലെത്തിയെന്ന് ചോദിച്ചാൽ 2008 തന്നെ നവംബർ 8-ാം തീയതിയാണ്. വിക്ഷേപണ വാഹനം PSLV-C-11. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. നിരീക്ഷണ ഉപഗ്രഹങ്ങൾ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 11. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം പതിച്ച ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഷാക്കിൽട്ടൺ ഗർത്തം. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ M അണ്ണാദുരൈ എന്ന് എഴുതുക. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് മൂൺ മാൻ ഓഫ് ഇന്ത്യ. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ നിർമ്മാണ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ എന്ന് ചോദിച്ചാൽ അത് കസ്തൂരി രംഗനായിരുന്നു. K കസ്തൂരി രംഗൻ. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ എന്ന് ചോദിച്ചാൽ G മാധവൻ നായർ എന്ന് എഴുതുക.
ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ വിക്ഷേപണ സമയത്ത് ആരാണ് VSSC ചെയർമാൻ എന്ന് ചോദിച്ചാൽ അത് കെ രാധാകൃഷ്ണൻ എന്ന് എഴുതുക. അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞ സമയത്ത് ISRO ചെയർമാനായി. അദ്ദേഹമായിരുന്നു മംഗൾയാൻ്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ. അയാൾ പക്ഷേ ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് VSSC ചെയർമാനായിരുന്നു. ഇത്രയാണ് ചന്ദ്രയാൻ ഫസ്റ്റ്. ഇനി ചന്ദ്രയാൻ സെക്കൻഡ്. ചന്ദ്രയാൻ സെക്കൻഡുമായി സഹകരിച്ചതും റഷ്യ തന്നെയാണ്. വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 വിക്ഷേപണ വാഹനം GSLV Mark 3 M1. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ. ഈ 2019 ജൂലൈ 22 എന്നുള്ള വിക്ഷേപണ ദിവസം നന്നായിട്ട് ഓർത്തിരിക്കുക. അതിനൊരു ലാൻഡർ ഉണ്ടായിരുന്നു. ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്. റോവർ ഉണ്ടായിരുന്നു. റോവറിൻ്റെ പേര് പ്രഖ്യാൻ എന്നാണ്. അതുപോലെ ഇതിൻ്റെ തലവയായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ അതിൻ്റെ മിഷൻ ഡയറക്ടറായിരുന്നു ഋതു കരിതാൾ ശ്രീവാസ്തവ. ആ ലേഡി അറിയപ്പെടുന്ന പേരാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. എന്നാൽ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. നമ്മുടെ ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെ ശിവനായിരുന്നു. കെ ശിവൻ അറിയപ്പെടുന്ന പേരാണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ ആരാണെന്ന് നമുക്കറിയാം, APJ അബ്ദുൽ കലാമാണ്. അതുപോലെ നമ്മുടെ ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിക്കുന്ന സമയത്ത് ആരായിരുന്നു VSSC ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നിലവിൽ നമ്മുടെ ISRO ചെയർമാനായിട്ടിരിക്കുന്ന ഡോക്ടർ S സോമനാഥ് ആയിരുന്നു ആ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ചെയർമാൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? സ്പീഡ് കൂടുതലൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്പീഡാണല്ലോ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, ക്ലാസ് ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. നോട്ട് എഴുതിയെന്ന് വെച്ച് പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക. 7ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഉള്ള എക്സാംസിന് വരുന്ന കോമൺ പോർഷനാണ് ഈ പറയുന്ന ബഹിരാകാശ മേഖല. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നല്ല വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, താങ്ക്സ്.